2024 സെപ്റ്റംബർ മാസത്തിന്റെ പകുതി ആയ സമയത്ത് ഞാൻ എൻ്റെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയുടെ ഒരു കണക്കെടുപ്പ് നടത്തിയിരുന്നു. ആ സമയത്ത് 54 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്ന എനിക്ക് ആ സമയത്ത് 67 ലക്ഷം രൂപ, ഏകദേശം 13 ലക്ഷം രൂപ ലാഭം ഉണ്ടായിരുന്നു. അതായത് 54 എന്നുള്ളത് 67 വർദ്ധിച്ചിരുന്നു. അതേസമയം ഒരു 5 മാസത്തിന് ശേഷം ഈ ഒരു സമയത്ത് ഞാൻ ആ പോർട്ട്ഫോളിയോയുടെ അവസ്ഥ നോക്കുമ്പോൾ ലാഭം വെറും 2 ലക്ഷമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 20% അല്ലെങ്കിൽ 20-25% നഷ്ടം ഈ ഒരു 5 മാസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ പെട്ടിട്ടുള്ള ആളുകളായിരിക്കും മിക്കവാറും എല്ലാവരും. ഇങ്ങനെയുള്ളൊരവസ്ഥ വന്നിട്ടും എനിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതായത് ഞാൻ നിക്ഷേപിച്ചിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ തന്നെയാണ് ഇപ്പോൾ. ഇനി അത് കുറഞ്ഞു വന്നാലും നമ്മൾ നിക്ഷേപിക്കുന്നത് ഒരു ലോങ് ടേം ലക്ഷ്യത്തിനായിട്ടാണ്, നമ്മുടെ ലോങ് ടേം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിക്ഷേപം നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു പ്രത്യേക ഇൻവെസ്റ്റ്മെൻറ്റ് രീതി ആണ് ഞാൻ ഈ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഒരു രീതി അടുത്ത ഒരു ബുൾ റണ്ണിൽ എനിക്ക് വളരെ മികച്ചൊരു നേട്ടം തരാൻ സാധ്യതയുണ്ട് എന്ന ഒരു തിരിച്ചറിവിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു ഉയർച്ചയ്ക്ക് ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു താഴ്ച ആളുകളെ ശരിക്കും ഭയപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്യുലർ ബുൾ റൺ ഇപ്പോൾ ഒരു സ്റ്റാഗ്നന്റ് ഫേസിലേക്കോ ഒരു ബെയർ റണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഈ ബുൾ ബെയർ ഫേസുകൾ പ്രോപ്പർലി മനസ്സിലാക്കാത്ത ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ പോലെ ഏകദേശം 20% പോർട്ട്ഫോളിയോ ലോസിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും പീക്കിൽ നിന്ന് 20% താഴേക്ക് വന്നിട്ടുള്ള രീതിയിലുള്ള ഒരു നഷ്ടമൊക്കെ മിക്കവാറും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികളിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഈ നഷ്ടം അതിൽ കൂടുതലായിരിക്കാനാണ് സാധ്യത എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ 15-20% മാത്രം താഴെ പോയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഇത്രയും കൂടെ താഴേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അടുത്തൊരു 5-6 മാസം കൊണ്ട് ഇതേപോലുള്ള ഒരു വീഴ്ച കൂടെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതായത് നമ്മളുടെ നഷ്ടം ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയായേക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും അടുത്ത 3 വർഷത്തേക്ക് ആവശ്യമുള്ള 1 രൂപ പോലും ഇടരുത് എന്നാണ്. സ്റ്റോക്കിലോ ഇക്വിറ്റി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടിലോ 1 രൂപ പോലും അടുത്ത 3 വർഷത്തേക്ക് തിരിച്ചെടുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇടരുത് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നെഗറ്റീവ് ഫേസ് ചിലപ്പോൾ 1 വർഷമോ 1.5 വർഷമോ 2 വർഷമോ ഒക്കെ തുടർന്ന് പോയേക്കാം. അതിനിടയ്ക്ക് നമുക്കൊരു പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോസ് ബെയർ ചെയ്യേണ്ടി വരികയും അല്ലെങ്കിൽ ലോസ് റിയലൈസ് ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്യും. ചിലപ്പോൾ 1 കോടി രൂപ നിക്ഷേപിച്ചിട്ടുള്ള ഒരാൾക്ക് അടുത്തൊരു 2 വർഷം കഴിയുമ്പോൾ പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 80 ലക്ഷം രൂപയേ ഉണ്ടാവുള്ളൂ, 20 ലക്ഷം രൂപ ഔട്ട്റൈറ്റ് ആയിട്ട് നഷ്ടം വരും. അപ്പോൾ അങ്ങനെ ലോസ് റിയലൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനുള്ള 1 രൂപ പോലും നമ്മൾ ഇത്തരം സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ചും റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റുകളിൽ ഇടരുത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്. 2024 ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സൈക്ലിക്കലായിട്ട് ഒരു താഴ്ച, പിന്നെ അത് ഉയർന്ന്, പിന്നെ കുറച്ചും താഴ്ന്ന്, പിന്നെ വീണ്ടും മുകളിലേക്ക് ഉയർന്ന് അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയാണ്. 2024 പൊതു തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും സെബിയുടെ സൈഡിൽ നിന്നൊക്കെ വളരെ വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് കുറെ ആളുകൾ മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്കുകളിലൊക്കെ നിക്ഷേപിക്കാൻ വന്നത്. അത്തരം ആളുകൾ, അതായത് അവസാനത്തെ ആ ഒരു റണ്ണിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എപ്പോഴും നഷ്ടം ഉണ്ടായിട്ടുള്ളൂ. മുൻപും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് 2007, 8, 9 കാലഘട്ടത്തിലെ ഒക്കെയുള്ള സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ 2007 സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കര ഒരു ഉയർച്ച വന്നപ്പോൾ അവസാന പാദത്തിൽ സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് 2008-ലും 2009-ലും ഒന്നും റിക്കവർ ചെയ്യാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്. അതേസമയം തന്നെ 2003 മുതലൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് കുറേശ്ശായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന ആള് ഈ 2008-ലുണ്ടായിട്ടുള്ള വലിയ തകർച്ചയ്ക്ക് ശേഷവും മാർക്കറ്റ് ഉയർന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ലാഭത്തിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് സഞ്ചരിക്കുക ഒരു സൈക്ലിക്കലായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഈ സൈക്കിൾ മേളിലേക്ക് കയറി വരുന്ന ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ സൈക്കിൾ താഴേക്ക് വരുമ്പോൾ വളരെ വലിയ നഷ്ടം കാണുകയും വീണ്ടും ആ സൈക്കിൾ തിരികെ വരുന്നത് വരെ ഹോൾഡ് ചെയ്യുകയോ കൂടുതൽ നിക്ഷേപിക്കുകയോ ചെയ്താൽ മാത്രമേ ലാഭത്തിലേക്കോ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സൈക്ലിക്കലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ മേളിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിലും ഈ താഴേക്ക് വരുമ്പോഴും കുറേശ്ശെയായിട്ട് നിക്ഷേപിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്.
ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2024 സെപ്റ്റംബർ മാസം 1,00,000 രൂപ ഒരാൾ നിക്ഷേപിച്ചു എന്ന് കരുതുക. അപ്പോൾ ഒരു സ്റ്റോക്കിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. മ്യൂച്വൽ ഫണ്ടുകൾക്കും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. ഒരു 100 രൂപ വിലയുള്ള ഒരു സ്റ്റോക്കിൽ നിക്ഷേപിച്ചു, 1,00,000 രൂപ നിക്ഷേപിച്ചു. അയാൾക്ക് എത്ര ഓഹരി കിട്ടിയിട്ടുണ്ടാവും? 1000 ഓഹരി കിട്ടിയിട്ടുണ്ടാവും അല്ലെ. 2024 നവംബർ മാസമായപ്പോൾ ആ സ്റ്റോക്കിന്റെ വില 80 കുറഞ്ഞു എന്ന് കരുതുക. അപ്പോഴും അയാൾ 1,00,000 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 1250 ഓഹരികൾ കിട്ടും. 2025 ജാനുവരി മാസമായപ്പോൾ ആ ഓഹരിയുടെ വില 60 രൂപയായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് 1666 ഓഹരികൾ കിട്ടും. 2025 ഫെബ്രുവരി മാസം അവസാനമൊക്കെയാണ് അയാൾ നിക്ഷേപിക്കുന്നത്. ആ സമയത്ത് ഈ ഓഹരിയുടെ വില പകുതിയായിട്ട് അല്ലെങ്കിൽ 50 കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അയാൾക്ക് 2000 ഓഹരികൾ ലഭിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ 4 സ്റ്റേജുകളിലായിട്ട് ഇയാള് 5916 ഓഹരികൾ ഈ 4,00,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നിക്ഷേപിച്ചു. അതായത് 4,00,000 രൂപ 4 ഡിഫറെന്റ് ടൈമിൽ നിക്ഷേപിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 5916 ഓഹരികളാണ്. അദ്ദേഹത്തിന്റെ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 67 രൂപയാണ്. അതായത് ഈ ഓഹരി നല്ലതാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഈ 67 എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷൻ നമുക്ക് എവിടെ കിട്ടും? ഈ ജനുവരി മാസത്തെ വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ കിട്ടും. അപ്പോൾ അതേസമയം തന്നെ ഇയാൾ ആദ്യം 1,00,000 മാത്രമേ നിക്ഷേപിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് തിരിച്ച് എത്തണമെങ്കിൽ എവിടെ എത്തണം? കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന്റെ 100 രൂപ എന്ന റേഞ്ചിലേക്ക് എത്തണം. എന്നാലേ അയാൾ ബ്രേക്ക് ഈവൻ ആകുക അല്ലെങ്കിൽ ലാഭവും നഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിക്ഷേപിച്ചുകൊണ്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നിക്ഷേപിച്ച് പോകുന്ന ആൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നല്ല ഓഹരിയോ മ്യൂച്വൽ ഫണ്ടോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ലാഭത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ഒരു രീതിയെ, ഈ ഒരു റിക്കവറി സ്റ്റേജിനെ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് നല്ല ഒരു ഇൻവെസ്റ്ററുടെ ലക്ഷണം. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും 3 വർഷത്തിനുള്ളിൽ ആവശ്യമുള്ള പണം ഇടരുത്. ഒരു കാരണവശാലും വലിയൊരു തുക ഒരുമിച്ചിടരുത്. ഒരു കാരണവശാലും നമ്മൾക്ക് നഷ്ടം വന്നിരുന്ന സമയത്ത് നല്ല ഓഹരിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിൻവലിഞ്ഞ് പോകരുത്. അപ്പൊ അങ്ങനെ ഒരു നഷ്ടക്കച്ചവടത്തിലേക്ക് പോവാതിരിക്കാനായിട്ട് നല്ല ഓഹരികൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ചെറിയ രീതിയിൽ നിക്ഷേപിച്ചു പോവുക അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിക്ഷേപിച്ചു പോവുക എന്നുള്ളതാണ്. നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതേ തത്വം നിങ്ങൾക്ക് അവിടെ അപ്ലിക്കബിൾ ആക്കാം. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SIP-കൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. അതായത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളുടെ SIP-യിൽ നിക്ഷേപിക്കുന്ന ഒരു സമയത്ത് നല്ലൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു എന്നുള്ളത് പോലെ തന്നെ മോശമായിട്ടുള്ള അവസ്ഥയിലും നിങ്ങളുടെ ഗോൾ വരെ ഈ മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെമ്പറമെന്റ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ ലോങ് ടേം വെൽത്ത് ബിൽഡിംഗ്, ഒരു ദീർഘകാലത്തെ പണം ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ പല ഓഹരികളും 35, 40, 60, 100, 500% ഒക്കെ ഉയർന്നിട്ടുണ്ട്. 5 ഇരട്ടിയൊക്കെ ഉയർന്നിട്ടുള്ള ഓഹരികളുണ്ട്. എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ തന്നെ 3 ഇരട്ടി ഉയർന്നിട്ടുള്ള ഓഹരികൾ ഉണ്ട്. ഒരു 5 ഇരട്ടിയൊക്കെ ഒരു വർഷം കൊണ്ട് വർദ്ധിക്കുക, അല്ലെങ്കിൽ 3 ഇരട്ടി വർദ്ധിക്കുക, അല്ലെങ്കിൽ ഇരട്ടിയാവുക ഒരു വർഷം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ല. അതായത് തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗ്രോത്ത് അല്ല. സ്റ്റോക്കുകളുടെ വില എങ്ങനെ ഉയരുന്നത്? ആ സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസോ പ്രോഡക്റ്റോ ആ കമ്പനിക്ക് ഉയർന്ന രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കി അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അത് വളരുന്നത്. 5 ഇരട്ടിയൊക്കെ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സുകൾ എല്ലാ കാലവും 5 ഇരട്ടി ഉള്ള ഒരു ബിസിനസ്സായിട്ട് വളരാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു 30% കൂടുതൽ ഉള്ള ഒരു ഗ്രോത്ത് ഒന്നും സസ്റ്റൈനബിൾ അല്ല എന്ന് പറയാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഓഹരികളിലും വന്നിട്ടുള്ള 20, 30, 40% നഷ്ടം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിട്ടേണും അത്ര കാലമൊന്നും അങ്ങനെ പോവില്ല. നല്ല സ്റ്റോക്കുകളും നല്ല മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് റിട്ടേണുകളെല്ലാം പോസിറ്റീവായി മാറാൻ വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 50% ലാഭം ഓരോ വർഷവും ലഭിക്കുന്നു എന്നുള്ള വ്യർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും വെച്ച് വരരുത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 12 മുതൽ ഒരു 15% വരെ ആവറേജ് ആനുവലൈസ്ഡ് റിട്ടേൺ നമുക്ക് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതായത് എല്ലാ 5 or 6 വർഷവും നമ്മൾ ഇടുന്ന പൈസ ഡബിൾ ചെയ്യും എന്നുള്ളൊരു കണക്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഇൻവെസ്റ്റ്മെന്റും അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷമെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അത് ചെറിയ ചെറിയ ഇതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക.
ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പ്രിന്റ് റേസ് അല്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓട്ട മത്സരമായിട്ട് കണക്കാക്കാതെ ഒരു മാരത്തോൺ, ഒരു ലോങ് ടേം ഗെയിമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിട്ടേണിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല കമ്പനികളിലും നല്ല മ്യൂച്വൽ ഫണ്ടുകളും കണ്ടെത്തിക്കൊണ്ട് നിക്ഷേപിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്, കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.